ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഗോവയിൽ വിസിറ്റ് ചെയ്ത ബാക്കി ടെമ്പിൾസ് കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യത്തെ വീഡിയോസ് കാണാത്തവർ ആ വീഡിയോസൊക്കെ പോയി കാണാം. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ടെമ്പിൾ എന്ന് പറയുന്നത് രാംനാഥ് ടെമ്പിളാണ്. എൻ്റെ ഫാമിലിയുടെ കുലദേവതയാണ്. ഞാൻ പണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഗോവയിൽ വന്ന സമയത്ത് ഈ അമ്പലത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 12-1 മണിയാവാറായി. അതുകൊണ്ട് തന്നെ ഇവിടെ അമ്പലത്തിൽ തിരക്കൊന്നുമില്ല. ഞങ്ങളാകെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിന് ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് കണ്ടു. അമ്പലത്തിൽ തിരക്കൊന്നും ഇല്ലാത്ത കാരണം കിഷുക്കുട്ടൻ ഓടി കളിക്കുകയായിരുന്നു. ഈ രാംനാഥ് ടെമ്പിളിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് പോണ്ടയിലുള്ള മഹാലക്ഷ്മി ടെമ്പിളിലേക്ക് തന്നെയാണ്. ഇന്ന് പോണ്ടയിലുള്ള മഹാലക്ഷ്മി ടെമ്പിളിൽ ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. മഹാലക്ഷ്മി ടെമ്പിളിലെ ഉച്ചയ്ക്കുള്ള പൂജ കഴിഞ്ഞിട്ടാണ് അന്നദാനം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് അവിടുത്തെ പൂജയൊക്കെ തൊഴുതു. അങ്ങനെ എല്ലാവരെയും പോലെ ഞങ്ങൾ അവിടെ ക്യൂ ഒക്കെ നിന്ന് വെയിറ്റ് ചെയ്ത് ഞങ്ങളും ഭക്ഷണം കഴിച്ചു. ഗോവയിൽ നമ്മൾ തൊഴാനായിട്ട് വരുമ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട അടുത്തൊരു ടെമ്പിളാണ് തിരുപ്പതി ബാലാജി ടെമ്പിൾ. ഗോവയിലുള്ള ഈ ടെമ്പിൾ നമ്മൾ തൊഴുമ്പോൾ ശരിക്കും നമുക്ക് തിരുപ്പതി പോയിട്ട് തിരുപ്പതി ഭഗവാനെ തൊഴുതൊരു പ്രതീതി ലഭിക്കും കേട്ടോ. ഇനി ഞങ്ങൾ തൊഴാനായിട്ട് പോകുന്നത് സൗത്ത് ഗോവയിലെ തന്നെ മങ്കേഷി ടെമ്പിളിലേക്കാണ്. കാർ പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ നടന്നിട്ട് വേണം ഈ അമ്പലത്തിലേക്ക് എത്താനായിട്ട്. ഈ അമ്പലത്തിൽ ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. കുറച്ചു നേരം വെയിലത്ത് ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ അകത്ത് കയറി തൊഴുതത്. ഈ അമ്പലത്തിൽ ഞങ്ങൾ തൊഴാനായിട്ട് വന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. നടക്കുമ്പോൾ കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. കിഷുവിനെ അതുകൊണ്ട് എടുത്തിട്ടാണ് ഞങ്ങൾ നടന്നത്. ഇനി ഞങ്ങൾ ഗോവയിൽ വിസിറ്റ് ചെയ്ത ഒരു അമ്പലം എന്ന് പറയുന്നത് ദേവകി കൃഷ്ണ മന്ദിറാണ്. ഇത്രയും ക്ഷേത്രങ്ങളാണ് ഞങ്ങൾ ഗോവയിൽ സന്ദർശിച്ചത്. ഇനിയും കുറേ അമ്പലങ്ങൾ ഈ ഗോവയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ വിസിറ്റ് ചെയ്യാത്ത ഏതെങ്കിലും നല്ല അമ്പലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.